ജിമ്മി, ഈ കാര്യത്തിൽ വി ഗോവിന്ദൻ ഒരു വലിയ സ്ട്രാറ്റജി ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ ഉടൻ തന്നെ സ്വരാജ് ഇത് തിരുത്തി പറഞ്ഞു, മുഖ്യമന്ത്രി ഇറങ്ങി അത് തിരുത്തി പറഞ്ഞു, RSSനെ ഇനി വിളിക്കാനും ഇനി ഒന്നും ബാക്കിയില്ല. അപ്പോൾ സ്ട്രാറ്റജി ആണെങ്കിൽ അത് വി ഗോവിന്ദൻ്റെ മാത്രം സ്ട്രാറ്റജി ആയിരിക്കണം, ഇടതുമുന്നണിയുടെ സ്ട്രാറ്റജി അല്ല, CPMൻ്റെ സ്ട്രാറ്റജി അല്ല. അത് സ്ട്രാറ്റജി അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി എന്തിനത് പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞു, അതിന് മറുപടി എന്തായിരുന്നു? ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്, ഒരു കാലത്തും RSSുമായി നമ്മൾ സഹകരിച്ചിട്ടില്ല, ഇപ്പോഴില്ല, ഇനി സഹകരിക്കുകയുമില്ല. ഈ പറഞ്ഞത് CPMൻ്റെ രേഖകളനുസരിച്ച് തന്നെ തെറ്റാണ്. ഇപ്പോൾ സുന്ദരയുടെ രാജിക്കത്ത് ആണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു അടിയന്തരാവസ്ഥ കാലത്ത് തന്നെയുള്ള പാർട്ടിയുടെ കമ്മ്യൂണിക്കേകളുണ്ട്, CCയുടെ രേഖകളുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, അത് 1975 9 മാസം 2-ാം തീയതി, ഹിയർ ഈസ് ദ biggest chance to develop the unified front from below in the united front of masses following all opposition parties. ഇതിൽ നിന്നാണ് സുന്ദരയുടെ പ്രശ്നം തുടങ്ങുന്നത്. സുന്ദരയെ പറഞ്ഞപ്പോൾ അതിനകത്ത് ഈ ജനസംഘം വരില്ലേ, ജനസംഘത്തെ പിന്തുണയ്ക്കുന്ന RSS വരില്ലേ? ആദ്യം താഴെ ഘടകങ്ങളിലേക്ക് അയച്ച കത്തിൽ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാകുമ്പോൾ അതൊരു ചെറിയ കാലത്തേക്കായിരിക്കണം, ദീർഘകാലത്തേക്ക് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവസാനം ഈ കത്തിൻ്റെ ഫൈനൽ രൂപം വരുമ്പോൾ, പ്രമേയം വരുമ്പോൾ അതില്ല. അപ്പോൾ നിങ്ങൾ ഇവരെ കൂടെ കൂട്ടി എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു? ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. RSSുമായി സഹകരിക്കുക അല്ലെങ്കിൽ ജനസംഘവുമായി സഹകരിക്കുക, തൽക്കാലം സഹകരിക്കുക എന്നുള്ളത് ആ കാലത്തെ CPM എടുത്ത നിലപാടാണ്. എൻ്റെ പ്രശ്നം അതല്ല. അതിലിപ്പോൾ നാണിക്കുന്നത് എന്തിനാണ്? 1975 വളരെ സീരിയസ് ആയിട്ടുള്ള രാജ്യം അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വരികയാണ്. ഈ അടിയന്തരാവസ്ഥ വരുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സകല ശക്തികളെയും ഒരുമിപ്പിക്കാൻ ഒരു തീരുമാനം സുന്ദരയെ എതിർത്തതാണ്. ആയിക്കോട്ടെ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെ എതിർത്ത് CPM തീരുമാനമെടുക്കുന്നു. CPM മുന്നോട്ട് ആ കാര്യങ്ങളുമായി ചേർത്ത് മുന്നോട്ട് പോകുന്നു. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്നേ. 1975 മുതൽ 77 വരെയുള്ള രാഷ്ട്രീയ പോരാട്ടം ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ, 77 തെരഞ്ഞെടുപ്പ്, ആദ്യത്തെ 2 വർഷം ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കൂ, BJPക്ക് അന്നത്തെ ജനസംഘത്തിന് ഒരു പത്രം ഉണ്ടായിരുന്നു, കുരുക്ഷേത്ര. ഈ ഇലക്ഷൻ്റെ ഈ അടിയന്തരാവസ്ഥ കാലത്തിന് അവസാനം വരെ ആ പത്രം കണ്ടുകിട്ടാൻ പറ്റിയില്ല. എറണാകുളത്തും കോഴിക്കോടും തൃശ്ശൂരുമൊക്കെ ഒളിവിൽ നിന്ന് അച്ചടിച്ച പത്രമുണ്ട്. നക്സലൈറ്റുകളുടെ പത്രം ഉണ്ടായിരുന്നു, തീപ്പന്തമാണെന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ വിചാരം. ദേശാഭിമാനി പത്രമുണ്ട്. ദേശാഭിമാനി പത്രം പക്ഷേ കണ്ടുകിട്ടുകയും ചെയ്താൽ അത്യാവശ്യം സെൻസർഷിപ്പിനൊക്കെ വഴങ്ങിയാണ് ദേശാഭിമാനി ആ കാലത്ത് പ്രവർത്തിച്ചത്, ആദ്യത്തെ 2 ദിവസം ഒഴികെ. ഇവരെല്ലാവരും പല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തന്നെ സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് CPMൻ്റെ രേഖയുമുണ്ട്. ഇതിൽ ഒരു തെറ്റും ഉണ്ടാകാൻ കാര്യമില്ല. ഈ ഒരു ചരിത്ര സംഭവത്തെ തലയുയർത്തി നിന്ന് സ്വീകരിക്കുകയാണല്ലാതെ മുമ്പ് നടന്ന ഒരു കാര്യത്തെ എന്തോ വലിയ തെറ്റാണെന്ന് പറഞ്ഞ് തല താഴ്ത്തി നിൽക്കുകയല്ല CPM ചെയ്യേണ്ടത്. 77 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായിരുന്ന അന്ന് CPMൻ്റെ സഖ്യകക്ഷിയായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി അങ്ങനെ തന്നെ ജനതാ പാർട്ടിയായി മാറുകയാണ്. ആ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ജനസംഘവും മറ്റും വന്നു ചേരുന്നത്. കേരളത്തിൽ CPM പുതുതായി ഒരു പാർട്ടിയും കൂടെ ചേർത്തിട്ടില്ല. അങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അറിയാത്ത കാര്യമല്ല EMS നമ്പൂതിരിപ്പാടിനും അന്നത്തെ നേതാക്കൾക്കുമൊക്കെ ഇതിനകത്ത് ജനസംഘത്തിലെ നേതാക്കളുണ്ട്. ജനസംഘത്തിൻ്റെ ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. LK അദ്വാനി പാലക്കാട് വന്ന് CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണെന്നേ, ഇത് നടന്ന ചരിത്രമാണ്. ആ കാര്യത്തിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റ് അംഗീകരിക്കുക. അന്നത്തെ നേതാക്കൾ ആ സാഹചര്യത്തെ വളരെ നിർണായകമാണെന്ന് കരുതിയത് കൊണ്ടാണ് ഇത് അംഗീകരിച്ചത്. അത് സമ്മതിച്ചാൽ മതി. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചരിത്രത്തെ മുൻകാല പ്രാബല്യത്തോടെ തിരുത്താൻ ശ്രമിക്കും. അത് BJPക്കുള്ള അസുഖമാണ്, CPMനും അസുഖം വരികയാണ്. എന്തിൻ്റെ ആവശ്യം? വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ K കരുണാകരനെതിരെ കള്ളക്കരുണാകരൻ എന്നുള്ളതായിരുന്നു CPM. ആ സമയത്ത് RSSുമായിട്ട് ഇപ്പോൾ സഖ്യം ചേർത്തിട്ടുണ്ടായിരുന്നോ? RSS അല്ലല്ലോ, RSS അല്ലല്ലോ, അത് ജനതാ പാർട്ടിയിൽ അത് ശരി. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇവർ പറഞ്ഞു വരുന്നത് CPM പറഞ്ഞ കാര്യത്തിനകത്ത് തന്നെ RSSുമായിട്ട് സംഘം ചേർന്നിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ? എല്ലാ ആളുകളുമായും സഖ്യം ചേരണമെന്ന് തീരുമാനിച്ചിരുന്നു CPM. അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. ജനസംഘവുമായിട്ടും ചേരണം. ജനസംഘം എന്താണ്? RSSന്റെ പൊളിറ്റിക്കൽ ഫ്രണ്ടാണ്. എല്ലാവരുമായിട്ടും ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ മത്സരിച്ചവരിൽ RSS നേതാക്കളുമുണ്ട്. അങ്ങനെ വേണം പറയാം. കാരണം ബാക്കിയുള്ളവർ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചരിത്രത്തെ മുൻകാല പ്രാബല്യത്തിൽ തിരുത്താൻ ശ്രമിക്കരുത്. അതൊരു വലിയ മണ്ടത്തരത്തിലേക്ക്, കൂടുതൽ കുഴിയിലേക്ക് പോവുകയുള്ളൂ. പക്ഷെ തിരിച്ചു ചോദിക്കാമല്ലോ, 80-ൽ 82-ൽ അതിനുശേഷം 90-ലൊക്കെ കോലീബി സഖ്യം ഉണ്ടായിരുന്നു. എന്ത് അമൂർത്തം എന്ത് അടിയന്തര സാഹചര്യത്തിലായിരുന്നു നിങ്ങൾ RSSനോട് കൂട്ടിക്കൂടിയത്? ഞങ്ങൾക്കൊരു അടിയന്തരാവസ്ഥ പറയാനുണ്ട്, നിങ്ങൾക്കൊരു അടിയന്തരാവസ്ഥ പറയാനുണ്ട്, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതല്ലേ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം.
എന്തിന് കെ കരുണാകരനെതിരെ ഏറ്റവും വലിയ വിമർശനം നടത്തി കള്ള കരുണാകരൻ എന്നായിരുന്നു ഒന്ന് രണ്ട് പതിറ്റാണ്ട് ഇവിടുത്തെ SFIയുടെയും DYFIയുടെയും CPMൻ്റെയും മുദ്രാവാക്യം. അതേ കരുണാകരനെ DAC ഉണ്ടാക്കി കൂടെ കൂട്ടാൻ ശ്രമിച്ചില്ലേ? ആ കള്ളക്കരുണാകരനായിരുന്നു. അത് MV രാഘവൻ്റെ പ്രയോഗമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം പിന്നെ വന്ന ഒരു രസകരമായ സാധനമാണ് KM മാണി. KM മാണി ഇരുട്ടി വെളുത്തപ്പോൾ KM മാണി പാർട്ടിക്ക് ഇപ്പുറത്ത് വന്നു. ഇതൊക്കെ CPMന് വളരെ മെയ്വഴക്കത്തോടെ ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. ഇതിലെന്താ പ്രശ്നം? നിങ്ങൾ ചെയ്ത കാര്യമാണ്. ആ ചെയ്തത് എൻ്റെ അഭിപ്രായത്തിൽ അത് ആ കാലത്ത് ചെയ്യേണ്ട കാര്യമായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അടിയന്തരാവസ്ഥ 75 മുതൽ 77 വരെ ഇന്ന് ഇന്ത്യയിൽ ഇതുപോലൊരു സാഹചര്യം വരികയാണ്. അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ അതിലും അതിശക്തമായ ഭരണകൂട നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിയന്തരാവസ്ഥയേക്കാൾ വലിയ ഒരു സാഹചര്യം എന്ന് ഞാൻ കരുതുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ട്. ആരെയൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടും? ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടിക്ക്, എന്ന സംഘടനയ്ക്ക്, അവരുടെ വെൽഫെയർ പാർട്ടിക്ക് പണ്ട് ഒരു മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ ഇല്ല എന്ന് അവർ തന്നെ പറയുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരം പാർട്ടികളെ, മുസ്ലിം സംഘടനകളെ കൂടെ കൂട്ടി ഒരുമിച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്യുമോ? 75 ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു ബ്രിങ് ഓൾ ദ ഫോളോവേഴ്സ് ഓഫ് ഓപ്പോസിഷൻ പാർട്ടീസ്, ദ ബിഗസ്റ്റ് ചാൻസ് ടു ഡെവലപ്പ് എ യുണൈറ്റഡ് ഫ്രണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതേ സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. CPM അത് കാണുന്നില്ലേ? ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ അതിൽ തന്നെ എങ്ങനെയാണ്, എന്ത് നിലപാടാണ് എടുത്തത്? അതൊരു സാഹചര്യമായിരുന്നു. അതിനാണ് നിന്നത്. അതിന്റെ കുഴപ്പം അല്ല, ആ സാഹചര്യത്തിന്റെ ഭാഗമായിട്ടല്ലേ ആ നിങ്ങൾക്ക് സാഹചര്യം 4 സീറ്റുകൾ എവിടെ? ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയോ BJPക്ക്? ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, MABP അല്ല. നമ്മൾ എത്ര നമ്മുടെ വിഷയമതല്ല. BJP ഒറ്റയ്ക്ക് 3-2 ഭൂരിപക്ഷത്തിലേക്കല്ല, കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്താതിരുന്നത് ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ പെർഫോമൻസ് ആണ്. Meet the editors.